ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഏസസ് വിവോ ബുക്കിന്റെ ഒരു ലാപ്ടോപ്പാണ്. ഏസസിന്റെ വിവോ ബുക്ക് എന്ന് പറഞ്ഞിട്ട് വിവോ ബുക്ക് 14 ആണിത്. അപ്പോൾ ഇതൊരു ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാപ്ടോപ്പാണ്. ഫ്ലിപ്പും അതുപോലെ ടച്ച് ഒക്കെ ഉള്ള ഒരു ലാപ്ടോപ്പാണ്. അപ്പോൾ ടച്ച് ഉണ്ട്, പിന്നെ ടൈപ്പിംഗ് മൗസ് ഒക്കെ കൂടിയിട്ടുള്ളതാണ്. ഫ്ലിപ്പ് 360 ആംഗിളില് ഇത് നമുക്ക് വരേണ്ടത് TP412F എന്ന് പറഞ്ഞിട്ടൊരു മോഡലാണ്. TP412 ഏസസിന്റെ വിവോ ബുക്കാണ് ഇത്. വിവോ ബുക്ക് ഇവിടെ ഏസസിന് ഇതിന്റെ അവിടെ നമുക്ക് നമ്മുടെ മാർക്കിംഗ് ഒന്ന് കണ്ട ഏസസ് വിവോ ബുക്ക്. അതൊരു 360 ആംഗിൾ ടച്ച് ഒക്കെ കൂടിയിട്ട് ഒരു പാനും കാര്യങ്ങളൊക്കെ കൂടി അടിപൊളി ഇന്റലിന്റെയും അടിപൊളി ഒരു 10th ജനറേഷന്റെ വിൻഡോസ് 10th ജനറേഷൻ ആണിത്. പിന്നെ ഇതിന് 4GB റാമും വരുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റോറേജ് ഇത് 128GB സ്റ്റോറേജ് ആണ്, വിച്ച് ക്യാൻ ബി നമുക്കത് കൂട്ടാൻ പറ്റും. SD കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു അടിപൊളി ലാപ്ടോപ്പ് തന്നെയാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു ലാപ്ടോപ്പ് തന്നെയാണ്. കുറെ നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി ലാപ്ടോപ്പാണ്. അപ്പോൾ ഈ വീഡിയോ പോയിട്ട് കാണും, നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഈ വീഡിയോ എൻജോയ് ചെയ്യും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾ ഇൻട്രോയിലൊക്കെ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ നേരെ ഒരു അൺബോക്സിംഗാണ് പോണേ. നമ്മുടെ ഏസസ് വിവോ ബുക്കാണ് നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്നത്. വിവോ ബുക്ക് ഞാൻ ബാക്കിൽ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് എൻ്റെ കുറച്ച് സാധനങ്ങൾ നമ്മൾ അൺബോക്സ് ചെയ്ത് ആദ്യത്തെ അൺബോക്സിങ് ഫ്രീ ബഡ്സും പിന്നെ നമ്മൾ കുറേ മീ ബാൻഡും കാര്യങ്ങളും ഐഫോണിൻ്റെയും കുറേ കാര്യങ്ങളുണ്ട്. ബാക്കിയൊക്കെ സൈഡിൽ വെച്ച് കാണും. ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് എനിക്ക് നല്ല വ്യൂസ് കിട്ടിയ കുറേ വീഡിയോസിൻ്റെ ഓരോ പ്രൊഡക്ട്സാണ് ഇതൊക്കെ. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകും നമ്മുടെ ഏസസ് വിവോ ബുക്കിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷനിൽ ഒരു അൺബോക്സിങ് തന്നെയാവും. അപ്പോൾ നമുക്ക് നമ്മുടെ ബോക്സിൻ്റെ ഏസസ് വിവോ ബോക്സിൻ്റെ ബോക്സ് നമുക്ക് ആദ്യം തന്നെ കാണുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ കാർഡ്ബോർഡ് ബോക്സിലാണ് കിട്ടുന്നത്. കാർഡ്ബോർഡ് ബോക്സിലാണ് ഇവിടെ ഏസസ് വിവോ ബുക്കിന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിങ് ഉണ്ട്. ഇവിടെ കണ്ടില്ലേ, ഏസസ് വിവോ ബുക്കിൻ്റെ ബ്രാൻഡിങ്ങും പിന്നെ ഇവിടെ ഏസസിന് ഇതിൻ്റെ അവിടെ സ്റ്റിക്കർ ഒട്ടിക്കുക. ഇന്റൽ ഇൻസൈഡിനും ഉണ്ട് ഇവിടെ, ഇന്റൽ ഇൻസൈഡ്. ബാക്കിൽ അതിൻ്റെ കാര്യങ്ങളും ഫ്രാഞ്ചായാലും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഴുതിക്കണേ. പിന്നെ ഇത് TP412F എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്, TP412F. പിന്നെ അതിൻ്റെ ബോക്സിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയാച്ചാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതങ്ങനെ പിടിച്ചേക്കാൻ പറ്റില്ല, വെയിറ്റ് ഉണ്ട്. അപ്പം ഞാൻ വായിച്ചു തരാം. നമ്മുടെ ബോക്സിൽ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ LCDയുടെ 14.0 ഇഞ്ചിൻ്റെ FHD ഡിസ്പ്ലേയും CPU Intel i3 ആണിത്. i5 വരേണ്ടത്, ഇത് i3 ആണ്. പിന്നെ ഇതിൻ്റെ ആക്സസറീസും പവർ കോഡും കാര്യങ്ങളൊക്കെ തന്നെ, ലാംഗ്വേജ്, പിന്നെ USB 2.0 ഉണ്ട്, പിന്നെ HDMI പോർട്ട്, ഇതൊക്കെയാണ്. റാം 4GB റാമാണ് ഇതിൻ്റെ ഇപ്പോൾ കിട്ടുന്നത്. ബോക്സിൻ്റെ കൂടെ വരുന്നത് 4GB റാമാണ്. മീൻസ് പ്രൊഡക്റ്റ് 4GB. നമുക്കിത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും 8GBക്ക്. 100 185 ദിർഹംസ് കൊടുക്കുമ്പോൾ നമുക്ക് ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നമ്മൾ മേടിച്ച സ്ഥലത്തിൻ്റെ കാർഡാണ് കേട്ടോ ഗൈസ്. ഇത് നമ്മൾ ദുബായിൽ ബ്രോഡ്ബാൻഡ് പോലത്തെ ഒരു ഷോപ്പാണ്, ഓൺലൈനിൽ അടിച്ചാൽ കിട്ടും. ഞങ്ങൾ കൊടുത്ത പ്രൈസ് എന്ന് പറയാച്ചാൽ 2085 ആണ് ഞങ്ങൾ കൊടുത്ത പ്രൈസ്. പ്രൊഡക്റ്റ് ആ പ്രൈസിന് നല്ല പ്രൊഡക്റ്റ് തന്നെയാണ്. ടച്ച് സ്ക്രീനൊക്കെ കൂടി വരുമ്പോഴാണ് ഈ പ്രൈസ് വരുന്നത്. ടച്ച് സ്ക്രീൻ ഇല്ലാത്തത് നമുക്ക് ഇതിനാണ് കുറവിന് കിട്ടും കേട്ടോ. ഇവിടെ തന്നെ പോയാൽ മതി. ഞാൻ അത് ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്പറൊക്കെ നോട്ട് ചെയ്തോ. ഓക്കെ, അപ്പോൾ 2085 ആണ് പ്രൈസ് കൊടുത്തിട്ടുണ്ട്. 4GB റാം, പ്രോസസ്സർ 4 GHz പ്രോസസ്സർ വരുന്നത്. ഇന്റൽ i3 ആണിത്, i5 ഉണ്ട് ഇതിൻ്റെ. അപ്പോൾ ഇത്രയാണ് കൂടുതലാവും. ഇത് TP412F എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ നമുക്കൊരു നേരെ ഒരു അൺബോക്സിങ് തന്നെ പോകാം അല്ലേ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ബോക്സ് ഉണ്ട്. പിന്നെ ഞങ്ങൾ നോക്കുമ്പോൾ ഏസസിൻ്റെ വ്യൂ ബോക്സിൻ്റെ ബ്രാൻഡിങ് ഇത് തല തിരിച്ചെന്താ വെച്ചാൽ അറിയാം. അത് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. ഇവിടെയാണ് നമ്മുടെ സ്ട്രാപ്പ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെയാവും പ്രൊഡക്റ്റ് ഇരിക്കുന്നുണ്ടാവുക. നമുക്ക് ആദ്യം തന്നെ അതൊന്ന് സീലൊന്ന് കളയാം. ഓക്കെ ഗൈസ്, പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്, കണ്ടില്ലേ ഗൈസ്. നമ്മുടെ പ്രൊഡക്റ്റ് ഇതാണ്. നമ്മുടെ പ്രൊഡക്റ്റ് ക്ലോസ് ഒക്കെ ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഇതാണ്. നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് നമുക്ക് ഇങ്ങനെ എടുക്കുക. നമുക്കൊന്ന് ഓക്കെ വെക്കാം. ലാപ്ടോപ്പാണിത്. അവിടെ കുഞ്ഞ് മാനുവൽ കാർഡ് തന്നിട്ടുണ്ട്. ഇത് ചാർജറാണ് ഗൈസ്. ചാർജറിൻ്റെ അടുത്ത കേബിള്. ഇത് സ്റ്റൈലസിൻ്റെ പെന്നാവുന്നുണ്ട് കേട്ടോ, ടച്ച് പെന്ന്.
പെന്ന് ഇതിൻ്റെ കൂടെ ഉണ്ട്. കണ്ടു, ഇതാണ് ഇതിൻ്റെ പേന. പിന്നെ ഓക്കെ, ഇത് മോഡേക്ക് ഇരിക്കട്ടെ. പിന്നെ ബോക്സിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല, ഹെഡ്ഫോൺ അങ്ങനത്തെ ഒന്നുമില്ല, കണ്ടില്ലേ, വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ബോക്സ് നമുക്ക് അവിടേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്, നമുക്ക് ആദ്യം വേറെ ഒന്നും കിട്ടണ്ട ഗൈസ്, നമുക്ക് നമ്മുടെ ലാപ്ടോപ്പ് തന്നെ നേരെ നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം. തെർമോക്കോളിൻ്റെ പീസസ് ഉണ്ട്, അതിൻ്റെ എഡ്ജിൽ ഒരു സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് ബാഗും ഓക്കെ. ഓക്കെ നമ്മുടെ ലാപ്ടോപ്പ് ഉണ്ടല്ലോ, ഇതാണ് ലാപ്ടോപ്പ്. നമുക്ക് ലാപ്ടോപ്പ് തുറക്കുന്ന മുമ്പ് ഇതിൻ്റെ ചാർജറും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ചാർജറാണിത്, നമ്മുടെ ചാർജർ. ഇത് ഓൾറെഡി തുറന്നിട്ട് തന്നെയാണ് ചാർജറൊക്കെ. ഏസസിൻ്റെ ബ്രാൻഡിങ്ങിൽ ഇത് എത്ര വോൾട്ടിന് ചാർജറാണ്? ഇത് നമുക്ക് 45 വോൾട്ടിൻ്റെയാണ് കിട്ടുന്നത്. 45 വോൾട്ട് കണ്ടില്ല, 45 വോൾട്ടിൻ്റെയാണ് അഡാപ്റ്റർ ഇതിൻ്റെ ബ്രിക്ക് കിട്ടുന്നത്. ഇത് നമ്മുടെ അഡാപ്റ്ററാണ്, കണ്ടേ അഡാപ്റ്റർ. ഇതിങ്ങനെ കുത്തി കഴിഞ്ഞിട്ട് ഓക്കെ ഒന്ന് കുത്താട്ടെ, ഇങ്ങനെയാണോ? ഇങ്ങനെ ഓക്കെ. കണ്ടില്ലേ അഡാപ്റ്റർ. അപ്പോൾ അഡാപ്റ്റർ നമുക്ക് കൊടുക്കാം. നമ്മുടെ പാന ബാക്കി 2 കാർഡ്ബോർഡ് ബോക്സും കൂടെ കിടക്കും. ഇതതിൻ്റെ മാനുവൽ കാർഡ്, ഇതാണ് എൻ്റെ മാനുവൽ കാർഡ്. ഇതൊന്നൊരു സാധനം പേപ്പർ ഓക്കെ. അതിൻ്റെ വൈഫൈയുടെ ഫ്രീക്വൻസിയും ഔട്ട്പുട്ട് പവറും ബ്ലൂടൂത്തും അതൊക്കെയാണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് ആവശ്യമില്ല അത്. പിന്നെ ഇത് ഇൻ സെർച്ച് ഓഫ് ഇൻക്രെഡിബിൾ, അത് അവൻ്റെ സ്ലോഗോ ആണ്. ഇൻ സെർച്ച് ഓഫ് ഇൻക്രെഡിബിൾ, ഏസസിൻ്റെ സ്ലോഗോ ആണ് ഇൻ സെർച്ച് ഓഫ് ഇൻക്രെഡിബിൾ. അവരുടെ മോസ്റ്റ് ഓഫ് ദ എല്ലാ ലാപ്ടോപ്പും ഈ ഒരു സ്ലോഗോ വരാറുണ്ട്, സ്റ്റിക്കേഴ്സും വരാറുണ്ട്. ഇതെൻ്റെ വാറൻറ്റി കാർഡാണ്. ഇത് നമുക്ക് ഇമ്പോർട്ടൻസ് ആണ്, അതവിടെ ഇരിക്കട്ടെ. പിന്നെ അറബിക്കിലുണ്ട്, ഇതും വാറൻറ്റിയാണ്. ഇത് യൂസർ മാനുവലാണ്, യൂസർ മാനുവൽ കണ്ട യൂസർ ഗൈഡാണിത്. അപ്പോൾ അത് ഇതിൻ്റെ ചാർജ് ദ നോട്ട്ബുക്ക് PC for 3 hours before using battery mode of the first time. പിന്നെ അതിൻ്റെ പ്ലഗും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല, അത് മാസം അടിക്കോട്ടെ. പിന്നെ ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. നിങ്ങൾ ഈ സാധനം കണ്ടില്ലേ, ഇത് അറബിക്കിൽ എഴുതിക്കണം. പക്ഷേ നിങ്ങൾ ഈ QR കോഡ് ആപ്പിൾ iOS ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ടും, അത് ആൻഡ്രോയിഡിൻ്റെ QR കോഡ് ഉണ്ട്. ഈ 2 ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഇതെന്താ വെച്ചാൽ ഇതിൻ്റെ വാറൻറ്റി ഒക്കെ രജിസ്റ്റർ ചെയ്യാനുള്ള സ്ഥലമാണ്. അപ്പോൾ ഇതെന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു ആപ്പ് നിങ്ങൾ ഏസസിൻ്റെ ഏത് ലാപ്ടോപ്പ് മേടിച്ചാലും നമുക്ക് ഈ ആപ്പ് വേണം. പിന്നെ ഫയൽസൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ വയർലെസ് ആയിട്ട് നമുക്ക് ഈ ആപ്പും നല്ല യൂസ്ഫുൾ ആണ്. ആപ്പിൻ്റെ പേര് ഇവിടെ സൈഡിൽ ഇതില്ല, മൈ ഏസസ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പാണ്. പിന്നെ ഏസസ് കെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പും, APC കെയർ. ഓക്കെ, ഇത് രണ്ടാണ് ഈ ആപ്പ്, കണ്ടില്ലേ? ഓക്കെ, അതോടേക്ക് പോട്ടെ. നമുക്ക് നേരെ നമ്മുടെ ലാപ്ടോപ്പ് തന്നെ എടുക്കാം. പിന്നെ നമ്മുടെ പേന ഒരു അടിപൊളി പേന തന്നെയാണ്, സ്റ്റൈലിഷ് പേനയാണിത്. അപ്പം ഇത് നമുക്ക് ആദ്യം ഇതിങ്ങനെ ഊരിയിട്ട് ഓക്കെ, ഈ സ്റ്റിക്കർ ആരും ഊരി കളയരുത് കേട്ടോ. ഞാൻ നോക്കിയത് ഊരി കളയണമെന്ന്, പക്ഷേ ഊരി കളയരുത്. മേദിയുണ്ട്, ഡു നോട്ട് പുൾ ദ ലേബിളിന്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലൊരു സ്റ്റിക്കർ സാധനം ഉണ്ട്, അത് നമുക്ക് എടുത്ത് കളഞ്ഞാൽ മതി. പിന്നെ ആ സാധനം ഇട്ടാൽ നമ്മുടെ ബാറ്ററി. ഇതിൻ്റെ ബാറ്ററി എന്ന് പറയാച്ചാൽ അയ്യോ, ഞാൻ ഇട്ടിച്ച എൻ്റെ MI ബാൻഡിൻ്റെ സാധനം പോയി. MI ബാൻഡിൻ്റെ അതിൻ്റെ അത് പോയിടാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ബാറ്ററി എന്ന് പറയുന്നത് ഇത് ഏത് ടൈപ്പ് ബാറ്ററിയാണിത്? ഇത് നമുക്ക് വരുന്നുണ്ട് 4A ആണിത്,
AAA അല്ല, നമ്മുടെ കുഞ്ഞു ബാറ്ററി, നമ്മുടെ റിമോട്ടിലൊക്കെ ഇടുന്ന ടൈപ്പ് ബാറ്ററിയാണത്. അപ്പോൾ അതങ്ങനെ ഇടാം. ഈ സാധനം കളയരുതിട്ട് കാശ്. ഇത് ഇപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഓക്കെ. ഇങ്ങനെ ഓക്കെ. നമ്മുടെ പാൻ അങ്ങനെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പാന് അവിടെ ഇരിക്കട്ടെ. നമുക്ക് നമ്മുടെ ലാപ്ടോപ്പ് നേരെ തുറക്കാം. ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മുടെ വിവോ ബുക്ക് ഇവിടെ ഉണ്ട്. ഏസസ് വിവോ ബുക്ക് TP4125 എന്നാണ് എൻ്റെ പേര്, മോഡൽ നമ്പർ. അപ്പോൾ നമുക്ക് നേരെ ഇതൊന്ന് സ്റ്റാർട്ടപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിനൊരു 14 ഇഞ്ച് ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ ബ്ലൂ കളർ, ബ്ലൂ മിക്സ് വിത്ത് സിൽവർ എന്നും പറയാം. കാണുമ്പോൾ സിൽവർ പോലെ, പക്ഷെ ഇതിൻ്റെ ബോക്സ് എന്തുണ്ട് ബ്ലൂ എന്നാണ് പറഞ്ഞേക്കണേ. കറക്റ്റ് ബ്ലൂ അല്ല, എന്നാലും ഒരു മിക്സ് സിൽവർ കളറാണ്. നമുക്കിവിടെ Core i3 HDMI-നും ഇവിടെ സോണിക് മാസ്റ്ററിനും ഇതുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ റെഡ് മാജിക് 5Sൻ്റെ വീഡിയോയിൽ ഞാൻ സ്പീക്കറിനെ പറ്റി കാണിക്കുന്ന സമയത്ത് സ്പീക്കറിൻ്റെ ഒരു നോ കോപ്പറൈറ്റ് സോങ് കൊണ്ട് അടിച്ച യൂട്യൂബിൽ, പക്ഷേ എനിക്ക് കോപ്പറൈറ്റ് കിട്ടി. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ വീഡിയോയിലത്തെ ആ സ്പീക്കറിൻ്റെ സൗണ്ട് പറയുന്ന സമയത്ത് മാത്രമേ എനിക്ക് ആ സ്പീക്കറിൻ്റെ ആ സൗണ്ട് ഒന്ന് മ്യൂട്ട് ചെയ്യേണ്ടി വന്നു. പക്ഷേ റെഡ് മാജിക് 5Sൻ്റെ സൗണ്ട് ക്വാളിറ്റി അടിപൊളി ക്വാളിറ്റി, നല്ല ലൗഡ് നോയ്സാണ് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് നേരെ ഇതൊന്ന് ഓൺ ചെയ്യാം. ഓൺ ചെയ്യണ പറയുമ്പോൾ നമ്മളൊക്കെ ലാപ്ടോപ്പിൻ്റെ ഇവിടെയാണ് ഓൺ ചെയ്യാൻ പറ്റാൻ നോക്കാം. പക്ഷേ ഇവിടെയാണ് ഇതിൻ്റെ ലാപ്ടോപ്പിൻ്റെ സൗണ്ടിൻ്റെ ഇവിടെ സൗണ്ട് ബട്ടൺ, ഇവിടെ വോളിയം അപ്പും വോളിയം ഡൗണും ഉണ്ട്. ഇവിടെ ഒരു SD കാർഡിൻ്റെ ഒരു കാര്യമുണ്ട്. SD കാർഡ് ഇടാൻ എക്സ്ട്രാ ആണ്. 2 USB ഉണ്ട്, 3.0 USB. പിന്നെ ഇവിടെ നമുക്ക് ലൈറ്റിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് അറിയാം. അപ്പോൾ നമുക്കിത് ഓൺ ചെയ്യുമ്പോൾ കാണാം കേട്ടോ. അതെ, ലൈറ്റ് ഇൻഡിക്കേറ്റർ. നമുക്കിവിടെ ഏസസിന് കാണാം. ഏസസ് ഇൻ സെർച്ച് ഓഫ് ഇൻക്രെഡിബിളിന്, അതാണ് അവരുടെ സ്ലോഗോ. ഇത് വേഗം ബൂട്ട് ചെയ്ത് വരും, അതിലൊന്നും പ്രശ്നമില്ല. ഓക്കെ ഗൈസ്, അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് പോസ് ചെയ്ത് അതൊക്കെ ചെയ്തു. ഇപ്പോൾ എല്ലാം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്, റെഡി ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിത് നേരെ ഒന്ന് ഇതിൻ്റെ സ്റ്റാർട്ടപ്പിലേക്ക് കയറാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ഡാഷ്ബോർഡ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ കീബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. നമുക്ക് കണ്ട നമ്മുടെ പാനോ നമുക്കിത് ഇങ്ങനെ ഉപയോഗിക്കുകയും ചെയ്യാം. അടിപൊളി പാനോ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഇത് ഫ്ലിപ്പെന്ന് പറയുമ്പോൾ 360 ആംഗിൾ നമുക്കിത് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. ഫ്ലിപ്പ് എന്ന് പറയുക വെച്ചാൽ നമുക്കൊരു ടാബ്ലറ്റ് പോലെ ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ കാണിച്ചു തരാം, അതൊരു അടിപൊളി ഫീച്ചർ തന്നെ. ഇങ്ങനെ നമുക്ക് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ടാബ്ലറ്റ് ആവും. ഇവിടെ ചോദിക്കും ഇവിടെ നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യണോ ടാബ്ലറ്റ് ആയിട്ട്. അപ്പോൾ സ്വിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ വരാം. ഒരു അടിപൊളി, നമുക്ക് നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. ഒരു ലാഗ്, ഒരു കാര്യങ്ങളും ഇല്ല. പിന്നെ നമുക്കിവിടെ ഇവിടെ സെർച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ടൈപ്പിൻ്റെ പകരം നമുക്കിവിടെ ഇങ്ങനെ ഡ്രോ ചെയ്യണം ലെറ്റേഴ്സ്. നമ്മൾ പാനോണ്ട് എഴുതണ പോലെ. അപ്പോൾ നമ്മളിവിടെ ഹാൻഡ് റൈറ്റിംഗ് വെരി ബാഡാണ്, എന്നാലും അതിന് മനസ്സിലാവും. ഗൂഗിൾ ക്രോം ഉണ്ട്, നല്ല ഫാസ്റ്റായിട്ട് എല്ലാം ഓപ്പൺ ആവും, അതിലൊന്നും ഒരു കുഴപ്പമില്ല. നല്ല റെസ്പോൺസീവ് ഡിസ്പ്ലേ ആണ്. അടുത്ത് നമ്മൾ ക്യാമറ എവിടെയാണ് നിങ്ങൾ നോക്കുന്നുണ്ടാവും. ക്യാമറ നമുക്ക് ഇവിടെയാണ് വരുന്നത്, നിങ്ങൾ കാണാണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒന്ന് ക്യാമറ ഓൺ ചെയ്ത് തരാം. ക്യാമറ അധികം അടിപൊളി എന്നൊന്നും പറയാല്ലേ, നമ്മുടെ ലാപ്ടോപ്പിലൊക്കെ വരുന്ന പോലെ തന്നെ ഒരു ക്യാമറ, എന്നാലും ഒരു ഓക്കെ ടൈപ്പാണ് ഇതിൻ്റെ ക്യാമറ. ലാപ്ടോപ്പ് നോക്കുമ്പോൾ അങ്ങനത്തേക്ക് തന്നെ ക്യാമറയിലല്ലാതെ അവരധികം നോക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ. ഇവിടെ ഒരു ഗ്രീൻ ലൈറ്റ് കാണാം, ഇതാണ് ഇവിടെ ക്യാമറ വരുന്നത്. മൈക്ക് നമുക്ക് ഇവിടെ 2 മൈക്ക് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ 2 ഡോട്ട് ഉണ്ട്, ഇതാണ് മൈക്ക് എന്ന് അവരുടെ യൂസർ മാനുവൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഞാൻ നോക്കി, അതാണ് മൈക്ക് അവിടെ വരുന്നുണ്ട്. 2 മൈക്കും വരുന്നുണ്ട്, അതുപോലെ ഇവിടെയും വരുന്നുണ്ട് ഒരു മൈക്ക്. ഓക്കെ, മൈക്ക് ക്വാളിറ്റി ഒക്കെ നല്ലൊരു ക്വാളിറ്റി തന്നെയാണ്. പിന്നെ ഇതാണ് ക്യാമറ ക്വാളിറ്റി. ഒരു ഓക്കെ, നമുക്കൊരു വെബ് ക്യാം ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക ഇത് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സെറ്റിങ്സിൽ പോയി കാണിച്ചു തരാം. ഇത് നമ്മുടെ സെറ്റിങ്സ് കണ്ടാ, ഇതാണ് നമ്മുടെ സെറ്റിങ്സ് വരുന്നത്. ഇവിടെ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കാണാം, കണ്ടില്ലേ. ഇവിടെ നമുക്ക് വിൻഡോസിൻ്റെ അപ്ഡേറ്റ് ഉണ്ടെന്ന് പറയേണ്ടവർ
പിന്നെ നമുക്ക് ഇതിൽ ബ്ലൂടൂത്ത് കിട്ടുന്നുണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്, വൈഫൈ അഫ്കോഴ്സ്. പിന്നെ ഇതർനെറ്റ് കേബിൾ ഇല്ല നമുക്ക്. ഇതർനെറ്റ് കേബിൾ നമുക്ക് ഡയറക്റ്റ് വൈഫൈയുടെ ഒരു കേബിൾ യൂസ് ചെയ്തിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യാനുള്ളതാണ്. അത് നമുക്ക് ഇതിന് കിട്ടുന്നില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ GB ഉണ്ട്, 120 GB ആണ്. പിന്നെ നമുക്ക് എക്സ്റ്റേണൽ ഇടാം 512 എത്ര വെച്ചിടാം. 128 വരുന്നുണ്ട്, പിന്നെ 512 വരുന്നുണ്ട്. അതിനനുസരിച്ച് പ്രൈസൊക്കെ ഇൻക്രീസ് ചെയ്യും. ഇത് 4 GB RAM ആണ്. ഞാൻ പറഞ്ഞ പോലെ 4 GB RAM ആണ്. നിങ്ങൾക്കിത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും 8 GBക്ക്. അതേപോലെ എന്താണ് ഇതിൻ്റെ പ്രോസസ്സർ എല്ലാം നമുക്ക് ഇതൊന്ന് അപ്ഗ്രേഡ് ചെയ്യാം. നെക്സ്റ്റ് ഒരു 85 dirhams കൊടുത്താൽ മതി. നമ്മുടെ സ്റ്റോറേജ് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ സ്റ്റോറേജ്. പിന്നെ നമ്മളിൻ്റെ അബൌട്ടിക്ക് പോകുമ്പോൾ നമുക്ക് കൂടുതൽ ഫീച്ചേഴ്സ് കിട്ടും. കണ്ട, ഇത് ഇൻറ്റലിലാണ് 4 GB വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനെ പറ്റി പറയാച്ചാൽ വിൻഡോസ് 10 ആണ് ഇതിൻ്റെ കൂടെ വരുന്നത്. വിൻഡോസ് സ്പെസിഫിക്കേഷനിൽ വിൻഡോസ് 10 എഡിഷൻ ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ പെൻ ആൻഡ് ടച്ച് സപ്പോർട്ട് വിത്ത് 10 ടച്ച് പോയിൻറ്റ്സ്, പെൻ ആൻഡ് ടച്ച്. പിന്നെ വേറെ അധികം ഇൻസ്റ്റാൾ റാം 4 GB ആണ്. അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും 8 GB ഞാൻ പറഞ്ഞ പോലെ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പോകുക വെച്ചാൽ നമുക്ക് നമ്മളിപ്പോൾ ബാറ്ററി ഉണ്ട്, ഇവിടെ ബാറ്ററി സൈഡില്ല, അതിൽ അമർത്തുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ കേബിൾ വരുന്നുണ്ട്. കാണാം, നമ്മുടെ കേബിൾ ഇവിടെ ഉണ്ട്. ഓക്കെ, ഞാൻ ഓൺ ചെയ്ത് കാണിച്ചു തരാം. കേബിളുണ്ട്. കേബിൾ നമ്മളിവിടെ കുത്തുമ്പോൾ ഇവിടെയാണ് കുത്തുന്ന സാധനം. കണ്ട, ഇതാണ്. ഇത് നമുക്ക് C ടൈപ്പാണ് ഇവിടെ വരുന്നുണ്ട്. C ടൈപ്പും ഇവിടെ ഒരു ഓക്സ് കേബിൾ വരുന്നുണ്ട്. ഇവിടെ ഓക്സും C ടൈപ്പും, ഇവിടെ USB, ഇവിടെ HDMI വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ചാർജർ പോയിന്റ്. ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇതൊന്നുമല്ല. ഓക്കെ, ഓക്കെ ചാർജിന് കുത്തുമ്പോൾ ഇവിടെ നമുക്കൊരു യെല്ലോ ലൈറ്റ് കാണാം കേട്ടോ. യെല്ലോ ലൈറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അത് ചാർജ് ഇൻഡിക്കേറ്റ് ചെയ്യേണ്ടത്. ആ യെല്ലോ ലൈറ്റ് പോയാൽ ചാർജ് ഫുള്ളായാണ് കാണിക്കുക. കണ്ടോ, ഇപ്പോൾ 55% കാണാം. ഇതിൽ തന്നെ ബാറ്ററിയിൽ നമുക്ക് ബെറ്റർ പെർഫോമൻസിലിടാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ബെറ്റർ ബാറ്ററിക്ക് ഇടാം, അല്ലെങ്കിൽ നമുക്കിവിടെ ബെസ്റ്റ് പെർഫോമൻസിലിടാം. അപ്പോൾ നമ്മളൊരു മിഡിലിട്ട് അത് റെക്കമെൻഡഡ് ആണ്. പിന്നെ ബാറ്ററി സെറ്റിങ്സിലേക്ക് പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. എത്ര മണിക്കൂറിനുള്ളിൽ ചാർജ് ഫുള്ളാവുന്നൊക്കെ കാണിക്കട്ടെ ഗൈസ്. നമുക്ക് ഇതിൻ്റെ ബ്രൈറ്റ്നസ് വേണമെങ്കിൽ കുറയ്ക്കണം, വേണ്ട നിങ്ങൾക്കല്ലെങ്കിൽ കാണില്ല, കാണണ്ട ഗൈസ്. പിന്നെ നമുക്കിവിടെ ഒരു LCD ഡിസ്പ്ലേ, മീൻസ് നമ്മുടെ ഒരു സ്ക്രീനിൻ്റെ ഒരു ഗ്ലാസ് ടൈപ്പാണ് ഇവിടെ വരുന്നത്. പ്ലാസ്റ്റിക്കല്ല, ഇത് ഗ്ലാസ്സാണ്. ഓക്കെ, അപ്പോൾ ഗ്ലാസ് കം പ്ലാസ്റ്റിക് എന്തോ ഉണ്ട്, അല്ല പ്ലാസ്റ്റിക് ആണ് ഗൈസ്. പക്ഷേ നമ്മുടെ ബാക്കിയുള്ള ലാപ്ടോപ്പ് പോലത്തെ അല്ല ഇത്. ബാക്കി ലാപ്ടോപ്പ് നമ്മളിങ്ങനെ ഒന്ന് ബെൻഡ് ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് സൈഡിൽ നിൽക്കണവർക്ക് കാണില്ല, അല്ലെങ്കിൽ മറ്റേ സൈഡിൽ നിൽക്കണവർക്ക് കാണില്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു ഗ്ലാസ് ടൈപ്പ് വരുമ്പോൾ അതിൻ്റെ ഒരു മെയിൻ ഫീച്ചർ എന്ന് വെച്ചാൽ നമുക്ക് ഏത് ഡയറക്ഷൻ, ഏതൊരു സൈഡിൽ നോക്കിയാലും നമുക്കത് ക്ലിയർ ആയിട്ട് കാണും. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഇങ്ങനെ ബെൻഡ് ചെയ്താലും എല്ലാം ഒരേപോലെ നമുക്ക് കാണാൻ പറ്റും. നമുക്കിവിടെ കളർ സെറ്റിങ്സിൽ പോകുമ്പോൾ കണ്ട, നമുക്ക് വിൻഡോസ് HD കളറുണ്ട്. അതിൽ നമുക്ക് ഇതിൻ്റെ HDR ആയിട്ട് യൂസ് ചെയ്യാം. സ്ട്രീമിൻ HDR വീഡിയോ ക്വാളിറ്റി ഉണ്ട് ഗൈസ്, നല്ലൊരു വീഡിയോ ക്വാളിറ്റി തന്നെയാണിത്. ഇത് HDRൽ ഇടുമ്പോൾ HDR ഓഫ് ചെയ്യുമ്പോൾ ഇങ്ങനെ, HDR ഓൺ ചെയ്യുമ്പോൾ ഇങ്ങനെ. ഓക്കെ ഗൈസ്, HDR എന്ന് പറയുന്നത് ഇത്രയും ക്വാളിറ്റി വീഡിയോസ് നമുക്ക് കിട്ടും HDRൽ ഇടുമ്പോൾ. ഞാൻ HDRൽ ഇട്ടിക്കണം. പിന്നെ നമ്മൾ ബാറ്ററിയിൽ പിന്നെ പോകുമ്പോൾ നമുക്ക് പിന്നെ ഡിസ്പ്ലേ റെസൊല്യൂഷൻ വരുന്നുണ്ട്. കണ്ടോ, 1920x1080 ആണ് കിട്ടുന്നത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുക, സൗണ്ട് കണ്ട, സൗണ്ടിൽ വോളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൈക്രോഫോൺ ഉണ്ട്, ടെസ്റ്റിങ്, അതൊക്കെയാണ്. പിന്നെ നമ്മൾ മൾട്ടി ടാസ്കിങ്, ടാബ്ലറ്റ് മോഡ്. പിന്നെ നമുക്ക് ഒരു TV ആയിട്ട് നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും, HDMI യൂസ് ചെയ്യണം. പിന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യം എന്ന് പറയുക ബാറ്ററി അല്ല പറഞ്ഞേ, അങ്ങനെ ബാറ്ററിയിൽ നമുക്കുണ്ട്. ഇവിടെ എവിടെയും ഞാൻ അത് കണ്ടു ബാറ്ററി. അപ്പോൾ ഗൈസ് കണ്ടില്ലേ, ഇത് നമുക്ക് 1 hour അൺടിൽ ഫുൾ ചാർജ് നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇങ്ങനെ സെറ്റ് ചെയ്യാം. 80% വരെ ചാർജ്. ഇപ്പോഴും 100% നമ്മൾ എപ്പോഴും ചാർജ് ചെയ്യേണ്ട ഒരു ബാഡാണ് ബാറ്ററിക്ക്. വേഗം ബാറ്ററി റീപ്ലേസ്മെൻറ്റ് പ്രോബ്ലം ഒക്കെ വരും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ദിവസം ഒരു 100% ചാർജ് ചെയ്യാം. പിന്നോട്ട് നമുക്ക് അതിൽ സെറ്റ് ചെയ്യാൻ പറ്റും 80% വരെ ചാർജ് ചെയ്യാനുള്ളത്. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലാണ് ചോദിക്കും നമ്മളതിപ്പോൾ 80% ആക്കിയാൽ നല്ലത്, അവർ റെക്കമെൻഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ 80% വരെ ചാർജ് ചെയ്യും. പിന്നെ 100 വരെ ആക്കിയപ്പോഴും ബാറ്ററിക്ക് പ്രശ്നങ്ങൾ വരും. പിന്നെ
നമ്മൾ ബാറ്ററി ലൈഫ് നല്ല ബാറ്ററി ലൈഫ് തന്നെയാണ്. അധികം 1 hour ആയിട്ട് ഫുൾ ചാർജ് എന്ന് പറയുന്നത് 1 മണിക്കൂറിനുള്ളിൽ അത് ഫുൾ ചാർജ് ആവും. ഫുൾ ചാർജ് എന്ന് പറയുന്നത് 80%. ഓക്കെ, കണ്ട കാര്യം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ സാധനങ്ങൾ. ഇതിന് അപ്പുറം വേറെ അധികം കാര്യങ്ങളില്ല. ബാക്കിയെല്ലാം നമ്മുടെ സെയിം നമ്മുടെ പഴയ ലാപ്ടോപ്പുകളൊക്കെ പോലെ തന്നെ, വിൻഡോസ് പോലെ തന്നെ തന്നെയാണ്. പിന്നെ കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ വരുമ്പോൾ കൂടുതൽ നല്ല സാധനങ്ങളൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു. പിന്നെ നമുക്കിതിൽ വേറെ കാര്യം എന്ന് പറയുന്നത് മെയിനായിട്ട് ഇതിൻ്റെ ഫ്ലിപ്പ് കിട്ടുന്നുണ്ട് 360, പിന്നെ ഇതിൻ്റെ ടച്ച് സ്ക്രീനാണ്. പിന്നെ ഡിസ്പ്ലേയിലും ഡിഫറൻസ് ഉണ്ട്. ഇതൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ. പിന്നെ ബാറ്ററി ലൈഫും അടിപൊളി. പിന്നെ എൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് നല്ല തിന്നായിട്ടുള്ള സ്ട്രക്ചറാണ്. അപ്പോൾ നമുക്ക് ക്യാരി ചെയ്യാനൊക്കെ നല്ല സുഖമാണ്. പിന്നെ വേറെ കാര്യങ്ങളൊന്നും അധികമില്ല. നമുക്ക് ആവശ്യത്തിനുള്ള എഡിറ്റിങ്ങും പിന്നെ മെയിനായിട്ട് നമ്മുടെ കാര്യങ്ങൾക്കും ബ്രൗസിങ്ങിനൊക്കെ ആയിട്ടാണ് ഉപയോഗിക്കാൻ പറ്റുക. നല്ലൊരു സാധനം തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ എല്ലാ യൂസേജൊക്കെ നല്ല ഈസിയാണ്. പിന്നെ ഇത്തിരി പറഞ്ഞ ട്രാക്ക് പാഡും കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ നല്ല സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നല്ല റെസ്പോൺസീവാണ് ഇതൊക്കെ നമുക്ക്. പിന്നെ വല്ല ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ മൈക്രോസോഫ്റ്റ് സ്റ്റോർ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറേ ആപ്പുകളൊക്കെ ഡൗൺലോഡ് ചെയ്യാം, ഗെയിംസും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ ആണ് ഞാൻ പറഞ്ഞ ആപ്പ് കണ്ടേ, ഈ ആപ്പ് നമുക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം. മൈ ഏസസ് എന്ന് പറഞ്ഞ ആപ്പ്. അത് നമുക്ക് തുറക്കുമ്പോൾ കണ്ടാഴ്ച ഈ ആപ്പ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇതിലും രജിസ്റ്റർ ചെയ്യുക, ഫോണിലും രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് വാറണ്ടി ഒക്കെ ഇൻ്റർനാഷണൽ വാറണ്ടി എവിടേക്ക് പോയാലും കിട്ടും. ഞാൻ ആപ്പ് ഒന്ന് കാണിച്ചു തരാം. കണ്ട നമുക്ക് ഇന്ന് വല്ല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇത് നോക്കിയാൽ കാണും കേട്ടോ ഗൈസ്. കണ്ട ബാറ്ററി ഹീറ്റിങ് അങ്ങനെ വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ എല്ലാം ഇതിൽ കൂടെ തന്നെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ഇവിടെ തന്നെ അവരുടെ കസ്റ്റമർ കെയറും കോൺടാക്റ്റും നമ്പറും അതൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് വല്ല കാര്യങ്ങളൊക്കെ എല്ലാം നോക്കാം. നമുക്കിവിടെ ബാറ്ററി ഹെൽത്ത് ചാർജിങ് കണ്ട ഈ സാധനത്തിനുള്ളിൽ പോകുമ്പോൾ നമുക്ക് ഫുൾ കപ്പാസിറ്റി മോഡിലിടാം. ബാലൻസ്ഡ് മോഡ് കണ്ട റെക്കമെൻഡഡ്. മാക്സിമം ലൈഫ് സ്പാൻ മോഡ് നമ്മൾ ഇതിനാണ് കുറവിലിട്ടാം. ഇതൊരു 80%, 60%, 100%. അപ്പോൾ 100% എപ്പോഴും ഇടണ്ട. ആദ്യത്തെ ദിവസം ഇതിലിട്ടിട്ട് ചാർജ് ചെയ്യുക. പിന്നെ നമ്മൾ 80% ഇടാം നല്ലത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിലുണ്ട് കണ്ട. ഫങ്ഷൻ കീ, ലോക്ക്, FN കീ, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ കൂടെ ചെയ്യും. ഇതും ഒരു അടിപൊളി ആപ്പ് തന്നെയാണ്. ഓക്കെ, ഇത് ഡൗൺലോഡ് ചെയ്യുന്ന എല്ലാം നമുക്ക് ഇതിൽ കൂടെ. പിന്നെ ഈ മൈക്രോസോഫ്റ്റ് സ്റ്റോറിലാണ് നമുക്ക് എല്ലാ ആപ്പുകളും ഡൗൺലോഡ് ചെയ്യാം, ഫോണിൽ ഡൗൺലോഡ് ചെയ്യുന്ന പോലെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. നല്ലൊരു പ്രൈസിന് വാല്യൂ ഉള്ള സാധനം തന്നെയാണ്. നിങ്ങൾ HP-ക്കൊക്കെ പോകണമെന്നുള്ളത് എനിക്കൊണ്ട് ഏസസ് ഒക്കെ ഒരു നല്ലൊരു ബ്രാൻഡ് തന്നെയാണ്. ഇതൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ. നമ്മുടെ ടച്ച് സ്ക്രീൻ ഉണ്ട്, നമുക്കൊരു 360 ഫ്ലിപ്പ് കിട്ടുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള നല്ലൊരു ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. ഇതിനാണ് കൂടുതലൊന്നും വേണ്ട. നല്ലൊരു ഹൈ സ്പീഡ് പ്രോസസ്സറും കിട്ടും നമുക്ക് ഇതിലൂടെ. നമുക്കിത് വേണമെങ്കിൽ 8 GB റാമിക്കും നമുക്കിത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. 84 dirhams ഉണ്ട്. അപ്പോൾ ഇത്രയും ഫാസ്റ്റ് ആവും. ഞാൻ അത് അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇത് 4 GB ഇൻബിൽഡാണ് വരുന്നത്. അപ്പോൾ അതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. വല്ല കുഴപ്പങ്ങളുണ്ടെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം. പക്ഷേ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. എന്താ വെച്ചാൽ ഒരു 4 GHz പ്രോസസ്സറും വിൻഡോസ് 10 ഒരു ഏസസിൻ്റെ റൈസൻ പ്രോസസ്സറൊക്കെ വരുന്നതാണ്. ഇത് Core i3 വിത്ത് 10th generation ഓഫ് കോഴ്സ്. അപ്പോൾ ഒരു നല്ലൊരു ലാപ്ടോപ്പ് തന്നെയാണിത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. അതുവരെ ബൈ.